ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഈശോയുടെ ജനന തിരുനാളാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ക്രിസ്തുമസിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മരണ തിരുനാളിൻ്റെ രഹസ്യം പലപ്പോഴും നമ്മൾ വേണ്ടത്ര ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. ഞാൻ വിഭാവനം ചെയ്യുന്നത് കുഞ്ഞിപ്പൈതങ്ങളുടെ വധമ, ചരിത്രത്തിലെ ഏറ്റവും വലിയ നന്മയുടെ സംഭവത്തെ അനുധാവനം ചെയ്തത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൂരതകളിൽ ഒന്നാകുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ രഹസ്യത്തെ അനുധാവനം ചെയ്തത് ഏറ്റവും വലിയ സഹനത്തിൻ്റെ, വേദനയുടെ ഒരു രഹസ്യം സംഭവം കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നന്മയെ ജനിപ്പിക്കുവാൻ ചരിത്രത്തിന് വലിയ വില കൊടുക്കേണ്ടതുണ്ട്. നന്മയും വിജയവും സ്നേഹവും ഒക്കെ വില കൊടുത്ത് വാങ്ങേണ്ടതാണ്. മോചനദ്രവ്യം ആവശ്യമാണ് നന്മയുടെ വിജയത്തിന് എന്ന്. ഇന്നത്തെ സംസ്കാരത്തിന് സ്നേഹിക്കുവാൻ വലിയ ഭയമാണ്. പ്രത്യേകിച്ചും യുവതി യുവാക്കൾക്ക് വിവാഹം വേണ്ട എന്നുള്ള ചിന്താഗതി തന്നെ അതിൽ നിന്ന് വരുന്നതല്ലേ. വിവാഹത്തോടുള്ള ഭയമല്ല, അതിനേക്കാൾ ഉപരി സ്നേഹത്തോടുള്ള ഭയമായി ഇവരെ വേട്ടയാടുന്നത് എന്ന് നമ്മൾ പറയണം. സ്നേഹത്തിനെതിരായ തിരഞ്ഞെടുപ്പാ ഭയം നമ്മളിൽ ജനിപ്പിക്കുന്നത്. എല്ലാ ഭയവും സ്നേഹത്തിനെതിരായ ഒരു തിരഞ്ഞെടുപ്പാകുന്നുവെന്നുള്ളത് നമ്മൾ അറിയണം. ആരെയും സ്നേഹിക്കുന്നില്ലെങ്കിൽ ഒട്ടും വേദനിക്കേണ്ടതില്ല, ആരെക്കുറിച്ചും വേദനിക്കേണ്ടതില്ല, ആരെക്കുറിച്ചും കരയേണ്ടതില്ല. ആരെയും സ്നേഹിക്കുന്നില്ലെങ്കിൽ, തന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ തന്നെക്കുറിച്ച് തന്നെ ഒട്ടും ദുഃഖിക്കുകയും വേദനിക്കേണ്ടതുമില്ല. അത് തീർത്തും നിരർഥകമായ സ്വാർത്ഥപരമായ ജീവിതമാണ്. മോചനദ്രവ്യം കൊടുക്കുവാൻ തയ്യാറല്ലാത്ത ജീവിതം, സ്നേഹത്തിന് വില കൊടുക്കാൻ തയ്യാറല്ലാത്ത ജീവിതം, ത്യാഗത്തിൻ്റെ അർത്ഥമറിയാത്ത, സ്നേഹത്തെ വെറും കോലമാക്കി മാറ്റുന്ന പ്രത്യയശാസ്ത്രമാകുന്നു അത്. സ്നേഹത്തിൽ ധൈര്യമുണ്ട്. വില കൊടുത്ത് തന്നെ, റിസ്ക് എടുത്ത് തന്നെ സ്നേഹിക്കുവാനുള്ള ധൈര്യത്തിൻ്റെ ആഹ്വാനമാണ് വിശുദ്ധ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ സംഭവത്തെ അനുധാവനം ചെയ്തത് സഹനത്തിൻ്റെയും വേദനയുടെയും വധത്തിൻ്റെ സംഭവം കൂടി ആകുന്നുവെങ്കിൽ, സ്നേഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ത്യാഗത്തിൻ്റെയും വേദനയുടെയും രഹസ്യത്തെ കൂടി അതുവഴി വിശ്വത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മോചനദ്രവ്യമായി മാറുവാനുള്ള ആഹ്വാനം കൂടി പുൽക്കൂടിന്റെ മുന്നിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ആമേൻ.